Hello friends, welcome to my YouTube channel M4Tech. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കൊണ്ടുപോകാതെ വീട്ടിൽ മാത്രം യൂസ് ചെയ്യുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാർജ് ചെയ്യാനോ അത് കുറച്ച് നേരം മാത്രം 1-2 മണിക്കൂർ മാത്രം അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ മാത്രമേ ചാർജ് നിൽക്കത്തുള്ളൂ. അതൊന്നും മാറ്റി പിടിച്ച് നമ്മൾ ഒരു കിട്ടില്ല ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ബ്ലൂടൂത്ത് സ്പീക്കറിനെ എന്ന് വെച്ചാൽ നമ്മളൊന്ന് AC പ്രവർത്തിക്കാൻ പോവുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ പോകുന്ന മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നവരെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എങ്ങനെയാണ് ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇതേ മോഡൽ എടുത്തതെന്ന് വെച്ചാൽ ചാർജറിൻ്റെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അല്ലാതെ ചാർജറിൽ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ചാർജറിൽ അത് കണക്ട് ചെയ്യേണ്ടോ ഇത് ഇവിടെ വരണം, സപ്ലൈ വരണം, ഒരു വയർ കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ മോഡലാണ് ചെയ്യാൻ പോകുന്നത്. ഈ മോഡലിൽ ചെയ്യാം, അതും പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഊരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കാവും, പക്ഷെ എന്നാലും ഇതിൽ സ്വിച്ച് കണ്ടോ, ഇവിടെ സ്വിച്ച്, ഇവിടെയാണ് സ്വിച്ച് വരുന്നത്. ആ സ്വിച്ച് അവിടെ കംപ്ലൈൻ്റ് ആയിട്ട് അത് സോൾവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വിച്ച് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആ സ്വിച്ചിൻ്റെ ആവശ്യം എങ്ങനെ റെഡിയാക്കുമെന്നും പറഞ്ഞ് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. പിന്നെ ഇവിടെയാണ് ബാറ്ററി കൊടുക്കുന്നത് കണ്ടോ, ഇവിടെയും ഇത് ഈ വശത്തും ഈ വശത്തും കാണിച്ചു തരാം. കണ്ടോ, ഈ വശത്ത് കണ്ടോ, ഇവിടെയാണ് ബാറ്ററി കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്പീക്കർ. അപ്പോൾ നമുക്ക് അത് സ്പീക്കറിൻ്റെ വയർ ബോർഡിലോട്ട് കണക്ട് ചെയ്യുന്ന ഒന്ന് ഡീസോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, ടാപ്പാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ സ്പീക്കറിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഫസ്റ്റ് നമുക്ക് ആദ്യം ഈ സാധനം ബോർഡ് നല്ല വർക്കിംഗ് ആണ്. ഇനി അടുത്തത് ഈ ബാറ്ററി നമ്മൾ എളുപ്പ വഴിയാണ് പറഞ്ഞിരുന്നത് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പോസിറ്റീവിൻ്റെ ഭാഗത്ത് പോസിറ്റീവ്, നെഗറ്റീവ് ഭാഗത്ത് നെഗറ്റീവാണ് വയ്ക്കാൻ പോകുന്നത്. നമ്മൾ ബാറ്ററി വെച്ചാൽ പെട്ടെന്ന് ഓക്കെ. ഇനി ഇത് പോസിറ്റീവ് സെൻറ്റർ എവിടെയും കൂടി വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിൽ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങറ്റത്തുള്ള ഇതും ഷോർട്ട് ചെയ്യുക, ഇത് ഷോർട്ട് ചെയ്യുക. ആ ഷോർട്ട് ചെയ്താൽ അത് ഓണാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഷോർട്ട് ചെയ്യാം. കുറച്ച് ലെഡ് എടുക്കുക. അപ്പോൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീക്കറും കൂടി ഒന്ന് വയ്ക്കാം. അപ്പോൾ കണ്ടോ, സ്പീക്കറിൻ്റെ വയർ നമുക്ക് വയ്ക്കാം. അപ്പം അടുത്ത വയർ കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഇവിടെ നിന്ന് ഒരു ഹോള് ഇവിടെ കഴിച്ചു ഇതാണ്ടോ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടാപ്പ് ഇട്ട് 2 മിനിറ്റ് ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു. ഓക്കെ, ഇവിടെ ടാപ്പ് ഇട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ 2 പീസ് ഓക്കെ, 2 ഞാൻ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. 2 ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാർജറിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം.
ഓക്കെ, കണക്ട് ചെയ്തു ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ മൈക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഓൺ ആക്കിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് മോഡ് ഗൈസ് ഓൺ ആയിട്ടുണ്ട്. ഓഫ് ആയി. ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ കാണിച്ചു തരാം. ബ്ലൂടൂത്ത് മോഡ്. അപ്പോൾ ഗൈസ് ഇത് ഉണ്ടോ ഗൈസ്, ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സർക്യൂട്ട് ബോർഡ് ഉപയോഗിക്കുന്നതാണ്. ഈ സർക്യൂട്ട് ബോർഡിൽ നമ്മൾ ചാർജറിൻ്റെ 5 വോൾട്ട് വരുന്ന മൊബൈൽ ചാർജറിൻ്റെ ബോർഡാണിത്. അപ്പോൾ ഇത് വെച്ചെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. അതേ മെത്തേഡാണ്, പക്ഷേ നമുക്ക് ഈ ചാർജറിൻ്റെ സോക്കറ്റ് ആവശ്യമില്ല. ഞാൻ ചെക്ക് ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഇത് ഓക്കെ മാറ്റുക. ഇവിടുത്തെ 2 ടാപ്പുണ്ട്. പയ്യെ ഊരിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ വയറ് ഒന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചാർജറിന് നമ്മൾ ഇവിടെ ബാറ്ററിയുടെ ആവശ്യമില്ലേ, അതൊന്ന് ഡിസോൾവ് ചെയ്ത് കളയും. ഓക്കെ, ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തത്. സെക്കൻഡ് ഇതാണ് നമ്മുടെ ബോർഡ്. ഇത് നമ്മുടെ DC ആണ്, ഇത് AC. അപ്പോൾ DC-യുടെ അത് കണക്ട് ചെയ്യുക. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് കൊടുക്കാം. ടാപ്പിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം മതി. നമ്മൾ കൈ ഇതിലൊന്ന് ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ സൂക്ഷിച്ചാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എടുത്തടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് സൂക്ഷിച്ച്. പൈസ ഓൺ ആയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ബ്ലൂടൂത്ത് മോഡ്. ഓക്കെ ഗൈസ്, ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് പാട്ടിട്ട് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ പാട്ട് നമ്മൾ ഉണ്ടോ അപ്പോൾ ഗൈസ് കണ്ടല്ലോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ വിശാഖ് സൈനിങ് ഔട്ട്.